ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനു സ്റ്റേറ്റ്സിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി ടേസ്റ്റിലുള്ള മുട്ട ബിരിയാണി തയ്യാറാക്കാം. നല്ല റെസ്റ്റോറൻറ്റ്സിൽ നിന്നും കിട്ടുന്ന അതേ പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള ഒരു ബിരിയാണി ആട്ടോ ഇത്. ആ ബിരിയാണിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മണവും ടേസ്റ്റും ആട്ടോ ഇതിന്. അതിനായിട്ട് 2 കപ്പ് ബിരിയാണി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെ നന്നായിട്ട് കഴുകിയെടുത്ത് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ 3 ഇതൾ കൽപ്പാശി, സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും, മലയാളത്തിൽ ഇതിന് കൽപ്പൂവ് അല്ലെങ്കിൽ കരിമ്പാറപ്പൂവ് എന്നും പറയാം കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കൊടുക്കും ഇത് ബിരിയാണിക്ക്. 1 ടീസ്പൂൺ ഷാജീരകം, നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ജീരകമാണ്. 1/2 ടീസ്പൂൺ സാദാ ജീരകവും കൂടി ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിന് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 8 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 മുട്ട ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. 2-3 മുട്ട നിങ്ങളുടെ ഇഷ്ടാനുസരണം ചോപ്പ് ചെയ്തിടാം. ബാക്കിയുള്ള 6 മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചെറുതായി ഒന്ന് ചൂടാക്കി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സോട്ട് ചെയ്ത് മസാലപ്പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ മുട്ട ചേർക്കാം. ഇതിനെ ഒന്ന് സോട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ മസാലക്കൂട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഇനി ഒരു കുക്കർ വെച്ച് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതിയാകും. ഇതിലേക്ക് 3 ഏലക്ക, 2 ഇതൾ തക്കോലം, 3 ഗ്രാമ്പു, 2 ചെറിയ പീസ് പട്ടയും കൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ 3 മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 2.5 കപ്പ് വരും കേട്ടോ ഇത്. ഇതിനി ചെറുതായി വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 5 പച്ചമുളകും 10-12 അല്ലി വെളുത്തുള്ളിയും കൂടി മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് വഴറ്റി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ മുട്ട സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മസാല കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് വഴറ്റി ആ മസാലപ്പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ 2 വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് ഒരു 5 മിനിറ്റ് ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ശേഷം അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ സ്പെഷ്യൽ മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് 1/4 കപ്പ് പുതിനയില അരിഞ്ഞതും ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 മുട്ട ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. 2-3 മുട്ട നിങ്ങളുടെ ഇഷ്ടാനുസരണം ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിനി മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ പൊടിഞ്ഞു പോകാതെ പതിയെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അരി അളന്ന അതേ കപ്പിന് തന്നെയാണ് വെള്ളവും ചേർത്ത് കൊടുക്കേണ്ടത്. 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അരി ചേർക്കുന്ന സമയത്ത് അരിയുടെ കൂടെ വെള്ളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ 1/2 കപ്പ് വെള്ളത്തിൽ കുറവ് വരുത്താമേ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ബിരിയാണിയിൽ ഒരു പൊടിക്ക് ഉപ്പ് കൂടി നിൽക്കണം, എങ്കിലേ ബിരിയാണി നല്ല പാകമായിട്ട് വരുമ്പോൾ ആ ഒരു കറക്റ്റ് ഉപ്പ് ഉണ്ടാവുള്ളൂ. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി കുക്കർ അടച്ച് വിസിൽ വയ്ക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചു കൊടുക്കാം. കുക്കറിൽ നന്നായിട്ട് സ്റ്റീം വന്ന ശേഷം വിസിൽ വെച്ച് ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കി വയ്ക്കാം.
കുക്കറിൽ വിസിൽ വരാൻ പാടില്ല. കൃത്യം ഒരു 3 മിനിറ്റ്, മാക്സിമം 3.5 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ടൈമിംഗ് ഒരിക്കലും ഇതിനേക്കാളും കൂടാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിലുള്ള ചോറ് കിട്ടില്ല. കുക്കറിലെ പ്രഷർ തനിയെ തന്നെ പോകാനായിട്ട് അനുവദിക്കണം. നന്നായിട്ട് പ്രഷർ പോയ ശേഷം കുക്കറിൻ്റെ അടപ്പ് തുറക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ചെറിയൊരു ഈർപ്പം ഉണ്ടാകും. ഇതിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട വെച്ച് കൊടുക്കാം. ഒരു പാൻ കുക്കറിൻ്റെ അടിയിലേക്ക് വെച്ച് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് കുക്കർ ഒന്ന് അടച്ചു വെക്കാം. ഈ സമയത്തൊക്കെ നല്ല മണമാട്ടോ ബിരിയാണിയുടെ. ശേഷം അടപ്പ് തുറന്ന് പുതിനയിലയും തൂക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മുട്ട ബിരിയാണി റെഡിയായി കേട്ടോ. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ആ ബിരിയാണിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മണവും ടേസ്റ്റും ആയിട്ടോ ഇതിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ.